Hi students, welcome to physics class. So today we are discussing our last topic in our first chapter, viscous force or viscosity. So take your textbook and take the page number 23. Look at the figure 1.22 and 1.23. ഇവിടെ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് പ്ലേറ്റിൽ വാട്ടർ, അതുപോലെ ഹണി, പിന്നെ കെറോസിൻ, ഈ മൂന്ന് ലിക്വിഡിൻ്റെയും ഒരു ഡ്രോപ്ലെറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് ആ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ. അതിനുശേഷം ആ ഗ്ലാസ് പ്ലേറ്റ് ഒന്ന് ഇൻക്ലൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻക്ലൈൻ ചെയ്ത് പിടിക്കാൻ. സ്ട്രൈറ്റ്ലി നമ്മളതിനെ എന്ത് ചെയ്യുക, ഇൻക്ലൈൻ ചെയ്യുക. ഇൻക്ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വാട്ടറിൻ്റെ, അല്ലെങ്കിൽ ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഹണിയുടെയും അതുപോലെ വാട്ടറിൻ്റെയും കെറോസിൻ്റെയും ഓരോ ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഗ്ലാസ് പ്ലേറ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു വാട്ടറും എന്ത് ചെയ്യും, അതിലെടുത്തുള്ള ഓരോ ലിക്വിഡും ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഏറ്റവും ഫാസ്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്നത് ഏതായിരിക്കും? നമ്മൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് അവിടെ ഫ്ലോ ചെയ്യുക കെറോസിനാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്നത്. പിന്നീട് വാട്ടർ ആയിരിക്കും ഫ്ലോ ചെയ്യുക. ഏറ്റവും സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ഹണിയാണ്, ഏറ്റവും സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. എന്തായിരിക്കും ഈ ഒരു ഡിഫറൻറ്റ് കാരണം? ഗ്ലാസ്സിൽ നമ്മൾ 8th ഫ്രിക്ഷൻ പഠിച്ചിട്ടുണ്ട്. അത് ഗ്ലാസ് പ്ലേറ്റും ഈ വാട്ടർ ഡ്രോപ്ലെറ്റുമായിട്ട് ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു ഫോഴ്സും കൂടെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ആ ഡ്രോപ്ലെറ്റ്സിൽ എന്തുണ്ട്, ആ ലിക്വിഡ്സിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഓരോ ഡ്രോപ്ലെറ്റിലും ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സും കൂടെയാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഫ്രിക്ഷൻ ഫോഴ്സും അതുപോലെ ഈ ഗ്ലാസ് പ്ലേറ്റ് തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലിക്വിഡിൻ്റെ മൂവ്മെൻറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രിക്ഷൻ ലെയേഴ്സ് തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ നിന്നുണ്ട് ആ ഒരു ലിക്വിഡിൻ്റെ മോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഡിഫറെൻറ്റ് ലെയേഴ്സിനിടയിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് ആ ഒരു ലിക്വിഡ്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഫ്രിക്ഷൻ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കോസിറ്റി, ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഏറ്റവും കൂടിയ ലിക്വിഡ് അത് ഹണിയാണ്. നമുക്ക് അറിയാം, തേൻ എന്താ ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് മാത്രമേ അത് ഫ്ലോ ചെയ്യുള്ളൂ. വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കുറഞ്ഞത് കെറോസിനാണ്. സോ കെറോസിൻ്റെയും വാട്ടറിനേക്കാളും സ്പീഡിലായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡാണ് കെറോസിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കോസിറ്റി അതിൻ്റെ ആ ഒരു മോഷനെ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടീനെയാണ് വിസ്കോസിറ്റി, ആ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് വിസ്കോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് ഇൻ മോഷൻ ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരലൽ ടു ദി ലെയേഴ്സ് വിച്ച് ട്രൈ ടു പ്രിവെൻറ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. അത് ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫിഗർ 1.24b അത് വാട്ടർ ഫ്ലോയിങ് ത്രൂ പ്ലെയിൻ സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ വാട്ടറും ഫ്ലോ അത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. ഈ ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സാണ് ആ വാട്ടറിൻ്റെ ഫ്ലോനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് പറയുന്നത്. ആ ഒരു ഫോഴ്സിനെ, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. Viscosity is the characteristic property of a liquid to oppose the relative motion between its different layers. അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ ബിറ്റ്വീനായിട്ട് ആ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് വിസ്കോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിസ്കോസിറ്റി is the characteristics of property of a liquid to oppose the relative motion between its different layers. So വിസ്കോസിറ്റി എന്ന് പറയുന്നത് മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. വിസ്കോസിറ്റി ആ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഡിഫറെൻറ്റ് ലെയേഴ്സിനിടയിൽ ഈ ലിക്വിഡ്സ് ലെയേഴ്സ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ആ ലെയേഴ്സിൻ്റെ ബിറ്റ്വീനായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് അതിൻ്റെ മോഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ വിസ്കസ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിസ്കോസിറ്റി പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി, ആ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ് ഹണിയാണ് പറയുന്നത്. ഇനി നിങ്ങളിതിൽ ഗ്രേറ്റ് വിസ്കോസിറ്റീനെ
വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കൂടിയതും അതുപോലെ വിസ്കോസിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ വിസ്കോസിറ്റി വാട്ടറിനേക്കാളും കൂടിയതും കുറഞ്ഞതായിട്ട് ഫ്ലൂയിഡ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ, ലിക്വിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സ്? ഹണി വിസ്കോസിറ്റി കൂടുതലാണ്. അതുപോലെ ഗ്ലിസറിനും വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കൂടിയതാണ്. പിന്നെ കാസ്റ്റർ ഓയിൽ വിസ്കോസിറ്റി കൂടിയ ഓയിലിനാണ്. പിന്നെ വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കുറഞ്ഞതോ കെറോസിൻ ഉണ്ട്, അതുപോലെ പെട്രോൾ, ഇതെല്ലാം വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സുമാണ്. നമുക്ക് ഈ വിസ്കോസിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഒരു ലിക്വിഡിൻ്റെ വിസ്കോസിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? റെഡ്യൂസ് ചെയ്യാൻ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മതി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഒരു ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിസ്കോസിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഡിക്രീസസ്. സോ ഈ ഒരു വിസ്കോസിറ്റിയുമായി നമുക്ക് ഇത്ര ജസ്റ്റ് ഒരു സ്മോൾ ടോപ്പിക്കാണ്. എന്താണ് വിസ്കോസിറ്റി ഉള്ളതും എന്താണ് ആ ഒരു മോഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിസ്കസ് ഫോഴ്സാണ് ഈ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വിസ്കോസിറ്റി ഏറ്റവും കൂടുതൽ ലിക്വിഡ് ഹണിയാണ്, പിന്നെ ഗ്ലിസറിന്, പിന്നെ കാസ്റ്റർ ഓയിൽ വരുന്നുണ്ട്. വാട്ടറിനെ അപേക്ഷിച്ചിട്ട് വിസ്കോസിറ്റിയാണ്, വാട്ടറിനെ കമ്പയർ ചെയ്തിട്ടാണ് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കുറഞ്ഞതാണ് കെറോസിനും പെട്രോളും അല്ല. വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് മൊബൈൽ ലിക്വിഡ്സും. അതുപോലെ വിസ്കോസിറ്റി ലിക്വിഡ്സ് ഓഫ് ഗ്രേറ്റർ ആയിട്ടുള്ള വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സിനെ വിസ്കസ് ലിക്വിഡ്സ് എന്നും, അതുപോലെ വിസ്കോസിറ്റി കുറഞ്ഞതിനെ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിക്വിഡ്സിനെ ക്ലാസിഫൈ ചെയ്തതാണ് ബേസ്ഡ് ഓൺ വിസ്കോസിറ്റിനെ ബേസ് ചെയ്തിട്ട് ലിക്വിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് വിസ്കസ് ലിക്വിഡ്സ്. ഈ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് വിസ്കോസിറ്റി ഏറ്റവും കൂടുതലാണ്. വിസ്കോസ് ലിക്വിഡ്സ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മോഷന് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആണ്. സ്ലോ ആയിട്ട് മാത്രമാണ് അത് മൂവ് ചെയ്യുള്ളൂ. ഫ്ലോ ചെയ്യുന്നത് വളരെ സ്ലോ ആയിരിക്കും. വിസ്കോസിറ്റി ഏറ്റവും കൂടിയ ലിക്വിഡ്സിനെ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയുന്നു. അതുപോലെ വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിനെ മൊബൈൽ ലിക്വിഡ്സ്, മൊബിലിറ്റി എന്നുള്ള ടേമാണ് അത് മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സിന് എക്സാമ്പിൾ ഹണി, അതുപോലെ ഗ്ലിസറിൻ, കാസ്റ്റർ ഓയിലൊക്കെ അതിന് എക്സാമ്പിളാണ്. വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സാണ് മൊബൈൽ ലിക്വിഡ്സ്. അതിൽ വാട്ടർ, കെറോസിന്, പെട്രോൾ ഇതെല്ലാം മൊബൈൽ ലിക്വിഡ്സിന് എക്സാമ്പിളാണ്. വിസ്കോസിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് ആക്സസ് ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്? The weight of a piece of stone is in air is 120 Newton and its weight in water is 100 Newton. Calculate the buoyancy experienced by the stone. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റോണിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എയറിലുള്ള വെയിറ്റും തന്നിട്ടുണ്ട്, വാട്ടറിലുള്ള വെയിറ്റും തന്നിട്ടുണ്ട്. എന്താ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്? ബോയൻസി, ആ സ്റ്റോണിനെ വാട്ടറിലോട്ട് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ അത് ഡിസ്കസ് ചെയ്തതാണ്.
weight of the stone in air 120 Newton and weight of the stone in liquid എത്രയാണ് വരുന്നത് 100 ന്യൂട്ടൺ ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു സ്റ്റോണ് വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോയൻസി എന്തിന് ഈക്വലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിന് ഈക്വൽ ആയിരിക്കും? എന്തുകൊണ്ടാണ് സ്റ്റോണിന് ലെസ് വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം? ആ ഒരു ബോയൻസിയാണ് കാരണം. അത് ഇവിടെ ഇവിടെ സ്റ്റോണിൻ്റെ വെയിറ്റ് എന്താ റെഡ്യൂസ് ചെയ്തു. 120 ന്യൂട്ടൺ അത് 100 ന്യൂട്ടണായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ ഈ സ്റ്റോണിന് ലോസ് ചെയ്യ വെയിറ്റ് തന്നെ ആയിരിക്കും അവിടെ ആ സ്റ്റോണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി എന്ന് പറയുന്നത്. ബോയൻസി എന്തിന് ഈക്വൽ ആയിരിക്കും? ലോസ് ഓഫ് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ആ സ്റ്റോണിന് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ലോസ് ഓഫ് വെയിറ്റ് ഇവിടെ എത്രയാണ് വരുന്നത്? 120 ന്യൂട്ടൺ ആണ് എയറിൽ അനുഭവപ്പെടുന്ന വെയിറ്റ്. വാട്ടറിൽ അനുഭവപ്പെടുന്ന വെയിറ്റ് 100 ആണ്. സോ ലോസ് ഓഫ് വെയിറ്റ് 20 ന്യൂട്ടൺ ആണ് ലോസ് ഓഫ് വെയിറ്റ്. അപ്പോൾ ഈ 20 ന്യൂട്ടണിനായിരിക്കും അതിന് അവിടുത്തെ ബോയൻസി ആ സ്റ്റോണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസി എന്ന് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ബോഡി വിച്ച് ഫ്ലോട്ടഡ് ഇൻ വാട്ടർ സിങ്ക് വെൻ പുട്ട് ഇൻ കെറോസിൻ, വൈ ഡിഡ് ഹാപ്പൻ? അത് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നൊരു ബോഡി കെറോസിനിലേക്ക് പുട്ട് ചെയ്യുന്ന സമയത്ത് അത് സിങ്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന് കാരണം എന്ന് ചോദിച്ചിട്ടുള്ളത്. വാട്ടറിനാണോ കെറോസിനാണോ ഡെൻസിറ്റി കൂടുതൽ? വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ, കെറോസിന് ഡെൻസിറ്റി കുറവാണ്. സോ വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? അത് വാട്ടറിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യും. വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞതാണെങ്കിൽ അത് ഡെൻസിറ്റി കുറവാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും, കൂടുതലാണെങ്കിൽ സിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇവിടെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്തൊരു ഒബ്ജക്റ്റ് കെറോസിനിൽ സിങ്ക് ചെയ്യാൻ കാരണം വാട്ടറിനേക്കാളും കെറോസിന് ഡെൻസിറ്റി ലെസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒബ്ജക്റ്റ് സിങ്ക് ചെയ്ത് പോകാൻ കാരണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗേഴ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലിക്വിഡ്സ്. രണ്ട് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ലിക്വിഡ്സിൽ അത് ഒരു ഒബ്ജക്റ്റിനെ ഡിഫറെൻറ്റ് ലിക്വിഡ്സിൽ പ്ലേസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സെയിം ഒബ്ജക്റ്റ് ആണ്, ഡിഫറെൻറ്റ് ലിക്വിഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. എയിലും ബിയിലും രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട്. ഒന്നിൽ എ പറഞ്ഞ ബീക്കറിൽ ഒരു ലിക്വിഡ് ഉണ്ട്, ബി പറഞ്ഞ ബീക്കറിൽ മറ്റൊരു ലിക്വിഡ് ഉണ്ട്. കമ്പയർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദ ബോയൻസി ആക്ടിങ് ഓൺ ദ ബോഡി വെൻ ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് എ ആൻഡ് ബി. എയിലും ബിയിലും ഒബ്ജക്റ്റ് എയിലും ബിയിലായിരിക്കുന്ന സമയത്ത് അതിനനുഭവപ്പെടുന്ന ബോയൻസി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ ബോയൻസിയും കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏത് ഒബ്ജക്റ്റിനായിരിക്കും ഇതിൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത്? അല്ലെങ്കിൽ ബോയൻസി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ഒബ്ജക്റ്റിനായിരിക്കും? ബോയൻസി ഇവിടെ രണ്ട് ഒബ്ജക്റ്റിൻ്റെ ലിക്വിഡ് എയിലും ബിയിലും ലിക്വിഡ് എയും ബിയും തന്നിട്ടുണ്ട്. അതുപോലെ സെയിം ഒബ്ജക്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൽ എന്താണ് അവിടുത്തെ ഏത് ലിക്വിഡ് എയിലാണോ ബിയിലും ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും ബോയൻസിനെയും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലിക്വിഡ് എയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും എന്ത്? ലിക്വിഡ് എയിൽ ആ സ്റ്റോണിന് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ബോയൻസിനേക്കാളും കൂടുതൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അവിടെ കൂടുതലായി നിൽക്കുന്നത്. ലിക്വിഡ് ബിയിലാണെങ്കിലോ ലിക്വിഡ് ബിയിൽ അതായത് ലിക്വിഡ് എയിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് അവിടെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കൂടുതൽ ബോയൻസി വരുന്നത് കൊണ്ടാണ് അത് അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഗ്രാവിറ്റേഷൻ പുള്ളിനേക്കാളും ആ ഒരു ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻസിയാണ് അവിടെ കൂടുതൽ. ലിക്വിഡ് ബിയിലാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ബോയൻസിനേക്കാളും കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. Second question, among A and B, which is a liquid whose density is greater than that of object? ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിനേക്കാളും ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എയിലാണോ ബിയിലാണോ കൂടുതൽ? ഏതിലാണ് ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്? എയിലാണ് ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. സോ എയിൽ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എയിൽ ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി എങ്ങനെ ആയിരിക്കണം? ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി അവിടെ എടുത്ത ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റിനേക്കാളും ലെസ് ആകുമ്പോഴാണ് ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. സോ ഫസ്റ്റ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിനേക്കാളും കൂടുതലും
ലിക്വിഡ് ബിയിലെ ഡെൻസിറ്റി ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിനേക്കാളും കുറവാണ് വരുന്നത്. അപ്പോൾ ലിക്വിഡ് ഹാവ് മോർ ഡെൻസിറ്റി ദാൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ലിക്വിഡ് ബി ഹാസ് ലെസർ ഡെൻസിറ്റി ദാൻ ദി ഒബ്ജക്റ്റ്. അത് ഇമ്മേഴ്സ് ചെയ്യുന്നതും അത് ഫ്ലോട്ട് ചെയ്യുന്നതും സിങ്ക് ചെയ്ത് നോക്കി കമ്പയർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യന്, എ ബോഡി ഓഫ് വെയ്റ്റ് 1000 Newton sinks in water. The weight of the liquid is overflowing 250 Newton. അതൊരു വാട്ടറിൽ സിങ്ക് ചെയ്തൊരു ബോഡിയുടെ വെയിറ്റ് 1000 Newton ആണ് പറഞ്ഞു. ആ ഒരു ബോഡി വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓവർഫ്ലോ ചെയ്ത ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ അളവെന്ന് പറയുന്നത് 250 Newton ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വാട്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൻ്റെ ചെയ്ത അതേ കാര്യം തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ജസ്റ്റ് ആ ക്വസ്റ്റ്യനെ ഒന്ന് കൺഫ്യൂഷനാക്കി തന്നേ ഉള്ളൂ. അത് ബോഡി വെയിറ്റ് എയറിലുള്ള വെയിറ്റാണ്, ആ ബോഡിയുടെ വെയിറ്റാണ് എത്ര 1000 Newton എന്ന് പറഞ്ഞത്, എയറിലുള്ള വെയിറ്റാണ്. ഇനി ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി വാട്ടറിലൂടെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓവർഫ്ലോ ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ അത് 250 Newton ആണ്. അങ്ങനെയെങ്കിൽ വാട്ടറിൽ ആ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്പീരിയൻസ് എന്ന വെയിറ്റ് ഇപ്പോൾ എത്ര, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വാട്ടറിൽ വെയിറ്റ് ഓഫ് ദി എയറും തന്നിട്ടുണ്ട്, വെയിറ്റ് പിന്നെ അതുപോലെ ബോയൻസി അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റും തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ലോസ് ഓഫ് വെയിറ്റ് എങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത്? വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയറും അതുപോലെ മൈനസ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ലിക്വിഡ് അല്ലേ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് ഇവിടെ ലോസ് ഓഫ് വെയിറ്റ് എത്ര തന്നിട്ടുണ്ട്? 250 Newton തന്നിട്ടുണ്ട്. അതുപോലെ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയറോ അത് 1000 ആണ് തന്നിട്ടുണ്ട്. മൈനസ് നമുക്ക് എന്ത് കണ്ടെത്തണം? വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ വാട്ടർ കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ വാട്ടർ കണ്ടെത്താൻ വെയിറ്റ് ഓഫ് ദി എയർ തന്നിട്ടുണ്ട്, അത് മൈനസ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് ലോസ് ഓഫ് വെയിറ്റ് ചെയ്താൽ മതി. സോ എത്ര കിട്ടും? വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ 1000 ആണ്, മൈനസ് ലോസ് ഓഫ് വെയിറ്റ് 250 Newton, ദെൻ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ലിക്വിഡ് 750 Newton ആയിരിക്കും ആ ഒരു ഒബ്ജക്റ്റിന് വാട്ടറിൽ എക്സ്പീരിയൻസ് എന്ന വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യന്, എ ബോഡി ഓഫ് സെയിം വെയിറ്റ് ആസ് എബോവ് ഫ്ലോട്ട് ഇൻ വാട്ടർ. വാട്ട് ഈസ് ദ വെയിറ്റ് ഇൻ വാട്ടർ? വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്? അതായത് ഇവിടെ സെയിം ബോഡി തന്നെ അവിടെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് എയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റും അതുപോലെ വാട്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റും എന്തായിരിക്കും? അത് ഈക്വലാണ്. അതാണ് അങ്ങനെ അത് എയറിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റും അതിന് ചോദിച്ചില്ലേ, ബോഡി ഓഫ് സെയിം വെയിറ്റ് വാസ് എബവ് ഫ്ലോട്ട് ഇൻ വാട്ടർ. വാട്ട് ഈസ് എ വെയിറ്റ് ഇൻ വാട്ടർ? വാട്ട് ബി ദ വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്? ഒരേ സെയിം ബോഡീനെ വാട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡിയുടെ വാട്ടറിലുള്ള വെയിറ്റും അതുപോലെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെയിറ്റും എത്രയാണ് കണ്ടെത്താൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദി ബോഡി എത്രയായിരിക്കും? വെയിറ്റ് ഓഫ് ദി ബോഡി ഇൻ വാട്ടർ 0 Newton അതുപോലെ ആ ഒരു ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1000 Newton ആവുന്ന സമയത്താണ് അതിന് ബോഡി അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ,
The area of one end of a U-tube is 0.01 meter square and that of the other end is 1 meter square. When a force was applied on the liquid at the first end, the force experienced by the another end was 20,000 Newton. What was the force applied on the liquid at the first end? ഇത് നമ്മുടെ ഹൈഡ്രോളിക് ജാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഹൈഡ്രോളിക് ജാക്കിൻ്റെ കേസിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. F2 ഈസ് ഈക്വൽ ടു A2/A1 ഇൻറ്റു F1 ഇക്വേഷൻ പഠിച്ചിരുന്നു. അതിൽ A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, അത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. 2 പിസ്റ്റൺ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പിസ്റ്റൻ്റെ അത് എക്സിൻ്റെ ഏരിയ A1ഉം ഇവിടുത്തെ ഡയമീറ്റർ കൂടിയ ഭാഗത്ത് A2 എന്നും നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ ദെൻ A2 ഈ ലാർജർ ഏരിയയുടെ ഡയമീറ്ററും A1 സ്മോളർ ഏരിയയുടെ ഡയമീറ്ററും F1 ഈ സ്മോളർ പോർഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് F1. ദെൻ ഈ അനദർ എൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് F2 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ദ ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് എ ട്യൂബ് ഈസ് 0.01 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അത് A1 എത്ര തന്നിട്ടുണ്ട്? 0.01 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. And the other end is 1 meter square. A2 അത് സ്മോളർ എൻഡ് 0.1 മീറ്റർ സ്ക്വയറും അതർ എൻഡ് 1 മീറ്റർ സ്ക്വയർ. A2 1 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എൻഡിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് നമുക്ക് F1 ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. ഈ ഒരു F1 എത്ര ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ എത്രയും ഫോഴ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, ആ ഫോഴ്സ് നമ്മൾ കണ്ടെത്തണം. ആ ഒരു F1 നമ്മളിപ്പോൾ ഒരു എക്സ് നമുക്ക് അറിയില്ല ഫോഴ്സ്, ആ ഒരു എക്സ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് F2 എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സാണ്. F2 എന്ന് പറഞ്ഞത് 20,000 ന്യൂട്ടൺ ആണ്. F2 ഇവിടെ ഈ ഒരു പൊസിഷനിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് അത് F2 20,000 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ F1ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ഇക്വേഷന് F1 എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഇക്വേഷൻ നമുക്ക് എവിടെ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്? F1 ഡിവൈഡ് ബൈ A1 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു A2 ആണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് F1 ഇൻറ്റു A2 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു A1 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? F1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ F2 ഇൻറ്റു A1 ഡിവൈഡ് ബൈ A2 ചെയ്താൽ നമുക്ക് ഇവിടെ F1 കിട്ടും. F2ൻ്റെ വാല്യൂ 20,000 ആണ്. ഇൻറ്റു A1ൻ്റെ വാല്യൂ 0.01 തന്നിട്ടുണ്ട്. A2ൻ്റെ വാല്യൂ 1 തന്നിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് F1 എത്രയാണ് കിട്ടുന്നുണ്ട്. F1 എത്രയായിരിക്കും വരിക? 200 ന്യൂട്ടൺ ആണ് ഇവിടെ F1 എന്ന് പറയുന്നത്. ഇൻറ്റു ഇത് 20,000 0.01, ഡിനോമിനേറ്റർ 1 ആണ്. 20,000 0.01 ചെയ്ത് കഴിഞ്ഞാൽ 200 ന്യൂട്ടൺ ആണ് അവിടെ കിട്ടുന്നത്. F1ൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് 200 ന്യൂട്ടൺ ആണ്. 200 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് F2ൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് 20,000 ന്യൂട്ടൺ ആണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അത് F1 200 ന്യൂട്ടൺ കൊടുത്തപ്പോഴേക്കും F2ൽ 20,000 ന്യൂട്ടൺ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇനി 6th ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻഡ് റീസൺ ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ റീസൺ എഴുതാം. ഇങ്ക് ക്യാൻ ബി ബോട്ടഡ് വിത്ത് ചോക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ക് നമുക്ക് ബ്ലോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞത് എന്തിനാണ് എക്സാമ്പിൾ പറഞ്ഞത്? ക്യാപ്പിലാരിറ്റിക്ക് എക്സാമ്പിളാണ്. റീസൺ ക്യാപ്പിലാരിറ്റിയാണ്. സ്വെറ്റ് ക്യാൻ ബി ബ്ലോട്ടഡ് വിത്ത് ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് സ്വെറ്റ് നമുക്ക് ബ്ലോട്ട് ചെയ്യാം. അതും എന്തായാലും റീസണ് അതും ബേസ് ചെയ്യുന്നത് ക്യാപ്പിലാരിറ്റിനെയാണ്. ദെൻ 7th ക്വസ്റ്റ്യന്, ഐഡൻറ്റിഫൈ ദി ഫിഗർ, ഗിവ് ദ റീസൺ. തന്നിരിക്കുന്ന ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റ് ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് റീസണും എന്ത് ചെയ്യണം? റീസണും പറയണം. ഫസ്റ്റ് ഫിഗർ
ഇതിൽ ഏതാണ് ഫിഗർ എ ആണോ ബി ആണോ കറക്റ്റ് ചോദിച്ചത്. നമ്മൾ ഈ ഫിഗർ കാപ്പിലാരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനിൽ പഠിച്ചു. ഇത് മെർക്കുറിയുടെ കേസാണ് പറയുന്നത്. മെർക്കുറിയിൽ കാപ്പിലറി ഡിപ്രഷനാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൽ ഏത് ഫിഗറാണ് കറക്റ്റ്? ഇതിൽ ഫസ്റ്റ് ഫിഗറാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു കാപ്പിലറി ഡിപ്രഷൻ്റെ കണ്ടീഷൻ എന്താ? അവിടെ കൊഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ അഡീസീവ് ഫോഴ്സ് ആണ്. ആ കൊഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ അഡീസീവ് ഫോഴ്സ് ആകുമ്പോഴാണ് ഈ മെംബ്രെയിൻ ഈ എഡ്ജിൽ എന്ത് ചെയ്യുക, ഡൗൺ ആയിട്ടും സെൻറ്റർ പോർഷനിൽ റൈസ് ആയി നിൽക്കുന്നത്. കാരണം അഡീസീവ് ഫോഴ്സ് ഇതൊരു കൺസിഡർ ചെയ്താൽ ഈ ട്യൂബിൻ്റെ ഈ ബീക്കറും ഈ ഗ്ലാസ് മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ്, ഈ വാട്ടറും ഈ ഏത് ലിക്വിഡ്, ഇപ്പോൾ മെർക്കുറി മോളിക്യൂളും അതുപോലെ ഇവിടുത്തെ ഈ ഒരു ബീക്കറിൻ്റെ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സാണ് അഡീസീവ് ഫോഴ്സ്. ആ അഡീസീവ് ഫോഴ്സ് കുറവും അതുപോലെ മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഗ്രേറ്റർ ആവുന്ന സമയത്ത്, കൊഹസീവ് ഫോഴ്സ് ഗ്രേറ്റർ ആവുന്ന സമയത്താണ് ഈ ഒരു മെംബ്രെയിന് ഈ ഒരു എഡ്ജ് ലോവറായിട്ടും ഈ പോർഷന് റൈസായി നിൽക്കുന്നത്. അങ്ങനെ കേസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ കാപ്പിലറി ഡിപ്രഷനാണ് ഉണ്ടാവുന്നതും. ഈ കേസിൽ ഫിഗർ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫിഗർ 1ലാണ് കാപ്പിലറി ഡിപ്രഷൻ കാണിക്കുന്നത്. അത് ഫിഗർ 2ൽ കാപ്പിലറി റൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാപ്പിലറി ഡിപ്രഷൻ വരുന്ന ഫസ്റ്റ് ഫിഗറാണ് കറക്റ്റ് ആയത്. അത് അഡീസീവ് ഫോഴ്സ് ലെസ് ദാൻ കൊഹസീവ് ഫോഴ്സ് ആവുന്ന സമയത്താണ് കാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാകുന്നത്. അഡീസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ് ആകുമ്പോൾ കാപ്പിലറി റൈസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. കാപ്പിലറി റൈസും കാപ്പിലറി ഡിപ്രഷൻ വരുന്ന സമയത്തുള്ള ഈ മെംബ്രെയിൻ്റെ ഫിഗറും മെംബ്രെയിൻ എങ്ങനെയാണ് മെംബ്രെയിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളതും മെംബ്രെയിൻ്റെ പൊസിഷൻ അതും ഒബ്സർവ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് വേണം അതിന് ആൻസർ എഴുതാൻ. ഈ ലാസ്റ്റ് ക്വസ്റ്റിന് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ലിഫ്റ്റ് വെഹിക്കിൾ മാക്സിമം 3000 kg. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളത് ഹോംവർക്കായിട്ട് ചെയ്തു വരിക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ വിളിച്ച് ക്ലിയർ ചെയ്താൽ മതി. അത് ഡയറക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ.